അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ശക്തമായി നടപ്പിലാക്കിയ മാതൃകാ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഗവൺമെന്റ് 40% വരുന്ന ബഡ്ജറ്റ് തുക മാറ്റിവെക്കുന്നത് തദ്ദേശ സർക്കാരുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായി തദ്ദേശ ഗവൺമെന്റിലേക്കുള്ള ഇലക്ഷന്റെ പ്രാധാന്യം എന്ന് വർദ്ധിക്കും. തദ്ദേശ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കുന്നവർ ഭാവനാസമ്പന്നമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ മനുഷ്യ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നത് ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതാണ്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടെ പറയും, കേരളത്തിലെ ശക്തമായ ജനാധിപത്യ വേദിയാക്കി മാറ്റാൻ തദ്ദേശ സർക്കാരുകളിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. നോക്കൂ, ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ നിരവധിയാണ്. എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും തൊഴിൽ തുടങ്ങിയുള്ള നിരവധിയായ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് ആരാണ് ഏറ്റവും നടപ്പിലാക്കുന്നത്? ഞാൻ അഭിമാനത്തോടെ പറയും, ആത്മവിശ്വാസത്തോടെ പറയും, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനം ശക്തിയായി വിജയിക്കുന്ന കാര്യത്തിൽ പറഞ്ഞു. ത്രിതല പഞ്ചായത്തിലെ ഇടതുള്ള സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നവരാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഭരണം വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായും ഞാൻ വിളപ്പിൽശാല ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുമ്പോൾ വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ഈ കഴിഞ്ഞ നാളുകളിൽ ജനപ്രതിനിധി ആയിരുന്ന വേളയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മത്സരിക്കുന്നത്. തീർച്ചയായും എല്ലാവരും സഹായിക്കുമെന്ന് ഉറപ്പുണ്ട്. നല്ല ആത്മവിശ്വാസമുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവണം. നന്ദി, നമസ്കാരം.